സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം. ഈ സമൃദ്ധിയും ആഘോഷത്തിന്റെ അന്തരീക്ഷവും മാധ്യമങ്ങളുടെ ഓണപ്പതിപ്പുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആഘോഷമാണ് ഓണം. ഓണക്കാലത്തിന്റെ ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം തന്നെ സമൃദ്ധിയാണ്. സ്വാഭാവികമായും ഓണത്തിന്റെ സമൃദ്ധി നമ്മുടെ മാധ്യമങ്ങളിലും നിറയാറുണ്ട്. ഓണസമൃദ്ധിയുടെ ഒരു തെളിവായി നാം കാണുന്നത് ഓണം വിശേഷാൽ പ്രതികളാണ്. ഓണപ്പതിപ്പുകളുടെ വൻ പ്രചാരത്തിന് കാരണം അതിൽ നിറയുന്ന സാഹിത്യത്തിൻ്റെ, അതായത് കഥയുടെയും ലേഖനത്തിൻ്റെയും കവിതയുടെ ഒക്കെ ഒരു സമൃദ്ധിയാണ്. മിക്ക പത്രങ്ങളും ഓണപ്പതിപ്പിനെ ഓണം വിശേഷാൽ പ്രതി എന്നാണ് വിളിക്കുക. മലയാള മനോരമ പോലെ ചില പത്രങ്ങൾ അതിനെ വാർഷിക പതിപ്പ് എന്നാണ് പണ്ട് മുതൽക്കേ വിളിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് സാഹിത്യത്തിൻ്റെ മാത്രം ഉത്സവമായിരുന്ന വിശേഷാൽ പ്രതികൾ ഇന്ന് വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ്. ഇന്ന് സാഹിത്യം മാത്രമല്ല, രാഷ്ട്രീയം, സിനിമ, കായിക ലോകം, അങ്ങനെ പല രംഗത്തുള്ള ആളുകളുടെ വിശേഷങ്ങൾ വിശേഷാൽ പ്രതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പതിവ് പോലെ ഒന്നിലധികം വാല്യങ്ങളാണ് ഓരോ വിശേഷാൽ പ്രതിക്കും ഉള്ളത്. എഴുത്തിൽ മാത്രമല്ല, ഗ്രാഫിക്സിൻ്റെ പ്രയോഗത്തിലും വിശേഷാൽ പ്രതികൾ സവിശേഷത കാണിക്കാറുണ്ട്. മലയാള മനോരമ വാർഷിക പതിപ്പിൽ സ്ത്രീ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ഫീച്ചറുണ്ട്. അതിൽ സ്ത്രീ രാഷ്ട്രീയം എന്ന് എഴുതിയിരിക്കുന്ന കണ്ടാൽ വേണമെങ്കിൽ നമുക്ക് തീ രാഷ്ട്രീയം എന്നും വായിക്കാം. ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേക്കേറിയ ആളുകളുടെ വിശേഷങ്ങളും ഇത്തവണ മനോരമ നൽകിയിട്ടുണ്ട്. കാലുമാറ്റക്കാരെന്ന് വിളിച്ചോളൂ പക്ഷേ എന്ന ശീർഷകത്തിലാണത്. കാല് മാറുന്നവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണത്. മാതൃഭൂമിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ സർപ്പദംശനം എന്നൊരു കവിത കണ്ടു. അതിൻ്റെ ശീർഷകം എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ സർപ്പം എന്ന വാക്കിൽ രണ്ട് പാമ്പ് വിളയാടുന്ന പോലൊരു തോന്നൽ. കവിതയിലൂടെ പുതിയ വാക്കുകളും ആശയങ്ങളും വരുന്നത് പതിവാണ്. കവി റഫീഖ് അഹമ്മദ് ആകട്ടെ ഇത്തരം പുതിയ വാക്കുകൾ സൃഷ്ടിക്കുന്നതിൽ മിടുക്കനുമാണ്. മനോരമ വാർഷിക പതിപ്പിൽ റഫീഖ് അഹമ്മദിൻ്റെ മുഴുസമയൻ എന്നൊരു കവിത കണ്ടു. ഈ ഫുൾ ടൈമർ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന പോലെ. അതിൽ കവികളെ പറ്റിയൊരു കാര്യം പറയുന്നുണ്ട്. കടുത്ത രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നുകിൽ മൗനി അല്ലെങ്കിൽ ഒഴിവ് കഴിവൻ. ഈ ഒഴിവ് കഴിവൻ എന്നത് ഒരു പുതിയ പ്രയോഗമായിട്ടാണ് തോന്നുന്നത്. കാരണം സാധാരണമായി എന്തെങ്കിലും ഒഴികൊഴിവ് പറഞ്ഞ് ഒഴിയുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് ഒഴിവ് കഴിവൻ എന്ന് റഫീഖ് അഹമ്മദ് വിളിക്കുന്നത്. നല്ല പ്രയോഗം. വേറെ പലതുമുണ്ട്. വാട്സാപ്പിൽ വിജ്ഞാന ഗൗതമൻ, ബഹുകാര്യ വ്യഗ്രൻ, ഇങ്ങനെയുള്ള പുതിയ ചില പ്രയോഗങ്ങൾ ഈ കവിതയിൽ കാണാനുണ്ട്. രസകരമായി തോന്നി. ദേശാഭിമാനിയുടെ ഓണപ്പതിപ്പിൽ എഴുത്തും തിരയെഴുത്തും, കാഴ്ചയും ഉൾക്കാഴ്ചയും എന്നിങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കഥാപാത്രങ്ങൾ വന്ന വഴി എന്ന ഒരു പങ്ക്തി സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പൊന്മാൻ എന്ന സിനിമയിലെ അജേഷ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഇന്ദുഗോപൻ എഴുതുന്നുണ്ട്. പുറ്റ് എന്ന നോവലിലെ പോൾ സാറിനെക്കുറിച്ച് വിനോയ് തോമസ് എഴുതുന്നുണ്ട്. തപോമയുടെ അച്ഛൻ എന്ന കൃതിയിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സന്തോഷ് കുമാർ എഴുതുന്നുണ്ട്. ഇങ്ങനെ പ്രശസ്തമായ പല കൃതികളിലെയും കഥാപാത്രങ്ങൾ വന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമുണ്ട്. അത് വളരെ രസകരമായ വായനയായി തോന്നി. അന്തരിച്ച ജനകീയ നേതാവ് VS അച്യുതാനന്ദനെ പറ്റി ദേശാഭിമാനിയുടെ വിശേഷാൽ പതിപ്പിൽ ഒരു ലേഖനമുണ്ട്. ലേഖനമല്ല, ഒരു അഭിമുഖമാണ് കുടുംബാംഗങ്ങളുമായിട്ടുള്ളത്. ഒരിക്കലും മായാത്ത ശൂന്യത എന്നാണ് അതിൻ്റെ ശീർഷകം നൽകിയിട്ടുള്ളത്. തികച്ചും സമയോചിതമായ ഒരു അനുസ്മരണമാണ്. ആ കട്ടിൽ VS ഇപ്പോഴും ഉറങ്ങുന്നുവെന്ന് വീട്ടുകാർക്ക് തോന്നുന്നു. തൊട്ടടുത്തെവിടെ VS ഉണ്ടെന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഈ അഭിമുഖം പലർക്കും ഇഷ്ടപ്പെടും. എന്നാൽ മായാത്ത ശൂന്യത എന്ന പ്രയോഗത്തിൽ എത്രത്തോളം ഔചിത്യമുണ്ട് എന്നൊരു സംശയം തോന്നുന്നു. ശൂന്യതയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണമായിട്ട് മാറാത്ത, തീരാത്ത എന്നൊക്കെയാണ് പറയുന്നത്. മായാത്ത എന്ന് ആദ്യം കേൾക്കും പോലെ തോന്നുന്നു. മാതൃഭൂമി ഓണപ്പതിപ്പിൽ ഏറ്റവും ഹൃദയഹാരിയായി തോന്നിയത് പ്രമുഖ എഴുത്തുകാരുടെ മാതൃസ്മരണയാണ്. M മുകുന്ദൻ, വൈശാഖൻ, C രാധാകൃഷ്ണൻ, സേതു, ചന്ദ്രമതി, സച്ചിദാനന്ദൻ, അങ്ങനെ സാഹിത്യത്തിലെ പല പ്രമുഖരും അവരുടെ അമ്മമാരെ അനുസ്മരിക്കുന്നുണ്ട്. അതിൽ C രാധാകൃഷ്ണൻ്റെ ലേഖനത്തിൽ നൽകിയിരുന്ന ശീർഷകം വളരെ ആകർഷകമായി തോന്നി. അമ്മക്കടം വീട്ടാക്കടം എന്നാണത്. വിപരീതങ്ങളുടെ വെളിച്ചമെന്ന വൈശാഖന്റെ അനുസ്മരണം വളരെ ഹൃദയഹാരിയായി തോന്നി. തോണിയും കാത്ത് കായൽക്കരയിൽ രണ്ടാൾക്കാർ എന്നാണ് ചന്ദ്രമതി എഴുതിയിട്ടുള്ളത്. ഈ പരമ്പരയ്ക്ക് വിശേഷപ്രതി നൽകുന്ന ഒരു ശീർഷകം ഇതാണ്: മലയാളത്തെ പെറ്റ അമ്മമാർ എന്നാണ്. മലയാളത്തെ പെറ്റ അമ്മമാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആലങ്കാരികമായി പറയുന്നതായിരിക്കാം. എന്നാലും അത് അത്രയ്ക്ക് ഉചിതമാണോ എന്നൊരു തോന്നൽ പിന്നീട് ആർക്കോ വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം വിശേഷാൽ പ്രതിയുടെ കവർ പേജിൽ മലയാളത്തെ പോറ്റിയ അമ്മമാർ എന്ന് എഴുതിയിരിക്കുന്നു. സമകാലിക മലയാളത്തിൻ്റെ ഓണപ്പതിപ്പ് മുൻതൂക്കം നൽകുന്നത് ലേഖനങ്ങൾക്കും കവിതയ്ക്കും
സംഭാഷണങ്ങൾക്കുമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ ചന്തം പോയൊരു തിരുവനന്തപുരം എന്ന ഒരു ലേഖനം ശ്രദ്ധ ആകർഷിച്ചു. തിരുവനന്തപുരത്തെക്കുറിച്ചാണ് പറയുന്നത്. തിരുവനന്തപുരം വലുതായിക്കൊണ്ടിരിക്കുന്നു, അതിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നു, പലതും വരുന്നു, പക്ഷേ ചന്തം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചല്ല, ഈ തിരുവനന്തപുരത്തെ സമ്പന്നമാക്കിയ ഒരുപാട് മഹത് വ്യക്തികൾ മൺമറഞ്ഞു പോയതിൻ്റെ ഒരു ദുഃഖമാണ് അതിൽ കൂടുതലായി പ്രതിഫലിച്ച് കാണുന്നത്. ഓണം വിപണിയുടേത് കൂടിയാണല്ലോ. അതുകൊണ്ടാകാം സമകാലിക മലയാളത്തിൻ്റെ വിശേഷ പതിപ്പിൽ മാർക്കറ്റിംഗ് ഫീച്ചറുകൾക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വാർഷിക പതിപ്പിൽ മാത്രമല്ല, സാധാരണ പത്രങ്ങളിലും ഓണം വിപണിയുടെ സ്പന്ദനം നമുക്ക് കാണാനാകും. ചില ശീർഷകങ്ങൾ നോക്കിയാൽ മതി. ഒന്നിൽ കിടക്കുന്നു കളർ ഓണം, മറ്റൊന്നിൽ രുചി ഓണം, മറ്റൊന്നിൽ മോഹൻലാലുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നു എൻ്റെ ലാലോണം. മൊബൈൽ ഫോൺ വിപണി ഓണക്കാലത്ത് സജീവമാകുന്നതിൻ്റെ ലക്ഷണം കാണിച്ചുകൊണ്ട് ഒരു പത്രത്തിൽ ഒരു ശീർഷകം കണ്ടു, സ്മാർട്ടായി ഫോൺ ഓണം എന്ന്. കളറും രുചിയും സിനിമയും ഫോണും എല്ലാം ചേർന്നതാണല്ലോ ഓണം. അങ്ങനെയുള്ള നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി.